നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. യുക്മ ഈസ്റ്റ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയൻ സംഘടിപ്പിച്ച കായിക മാമാങ്കം റെഡിറ്റ്ചിയിലെ ആബി സ്റ്റേഡിയത്തിൽ വിജയകരമായി സമാപിച്ചു. റീജിയണിലെ വിവിധ മലയാളി അസോസിയേഷനുകളിൽ നിന്നായി നൂറുകണക്കിന് കായിക താരങ്ങളും കുടുംബാംഗങ്ങളും കായികമേളയിൽ പങ്കെടുത്തു. രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യുക്മ നാഷണൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ഡാനിയേൽ കായികമേള ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യുക്മ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം, നാഷണൽ കമ്മിറ്റി അംഗം ജോർജ് തോമസ്, റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി പുതുകുളങ്ങര, മറ്റ് റീജിയണൽ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് വിവിധ അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് താരങ്ങൾ അണിനിരന്ന വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് അരങ്ങേറി. മത്സരങ്ങൾ സ്പോർട്സ് കോർഡിനേറ്റർ സജീവ് സെബാസ്റ്റ്യന്റെയും ട്രാക്ക് കോർഡിനേറ്റർ ജിനു സെബാസ്റ്റ്യന്റെയും നേതൃത്വത്തിലാണ് നടന്നത്. കടുത്ത മത്സരങ്ങൾക്കൊടുവിൽ വാർവിക് ആൻഡ് ലെമിംഗ്ടൺ മലയാളി അസോസിയേഷൻ ഓവറോൾ ചാമ്പ്യന്മാരായി കിരീടം സ്വന്തമാക്കി. കേരള കൾച്ചറൽ അസോസിയേഷൻ റെഡിറ്റ്ചി റണ്ണറപ്പായും അമ്മ മലയാളം മാൻസ്ഫീൽഡ് രണ്ടാം റണ്ണറപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിലും സമ്മാനദാന ചടങ്ങിലും റീജിയണൽ ട്രഷറർ പോൾ ജോസഫ് സ്വാഗത പ്രസംഗം നടത്തി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിലും സമ്മാനദാന ചടങ്ങിലും യുക്മ നാഷണൽ സെക്രട്ടറി ജയകുമാർ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു. ഏവരുടെയും സഹകരണത്തിന് റീജിയണൽ സെക്രട്ടറി ലൂയിസ് മേനാച്ചേരി നന്ദി രേഖപ്പെടുത്തി. ഫുട്ബോൾ ലോകകപ്പ് ആര് നേടുമെന്ന് പ്രവചിച്ച് AI നോസ്ട്രാമസ്. ലോകം കണ്ട പല സംഭവങ്ങളും കൃത്യമായി പ്രവചിച്ചെന്ന ആരാധകർ വാഴ്ത്തുന്ന നോസ്ട്രാമസിന്റെ AI വേർഷനാണ് ഇക്കുറി ലോകകപ്പ് പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത്. ആരാണ് ലോകകപ്പ് ഫൈനലിലെത്തുക, ആര് കപ്പ് നേടും എന്നതിന് പുറമെ ഏതാകും വിവാദമായി മാറുകയെന്ന് പോലും പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്നു. ഗൂഗിൾ ജെമിനിയെ നോസ്ട്രാമസ് ആക്കി മാറ്റിയാണ് ഈ പരീക്ഷണം നടത്തിയത്. 16-ാം നൂറ്റാണ്ടിലെ ആസ്ട്രോളജറായി മാറിയ ജെമിനിയെ ഓരോ ടീമിന്റെയും ആദ്യ മത്സരങ്ങൾ പരിശോധിപ്പിച്ച ശേഷമാണ് പ്രവചനങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ ഇക്കുറി ഇംഗ്ലണ്ട് ജേതാക്കളാകുമെന്നാണ് AI നോസ്ട്രാമസിന്റെ പ്രവചനം. ഫൈനലിൽ അർജന്റീനയെ കീഴടക്കുമെന്നും പ്രവചനം പറയുന്നു. ആദ്യ മത്സരത്തിൽ സെനഗലിനെ തകർത്ത ഫ്രാൻസ് ഇക്കുറി ജപ്പാനോടോ സൗത്ത് കൊറിയയോടോ തോറ്റ് പുറത്താകുമെന്നും പ്രവചനം പറയുന്നു. ഐവറി കോസ്റ്റാണ് ഈ ടൂർണമെന്റിലെ കറുത്ത കുതിരകളെന്ന വിശേഷണം നേടുന്നത്. അതേസമയം ഏറ്റവും വിവാദമാകാൻ പോകുന്നത് ഒരു VAR ഉപയോഗിച്ചുള്ള റഫറിയുടെ തീരുമാനമാകുമെന്നും പ്രവചനത്തിൽ നോസ്ട്രാമസ് പറയുന്നു. ബ്രസീലിന്റെ യുവരാജാവ് എൻട്രിക്കും പോർച്ചുഗലിന്റെ താരരാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോയോ ആകും ഈ ടൂർണമെന്റിലെ മികച്ച താരമെന്നും പ്രവചനം പറയുന്നു. UK-യിലെ പ്രവാസി മലയാളി സമൂഹത്തിന് അഭിമാനമായ കോട്ടയം സ്വദേശിക്ക് ലണ്ടനിൽ ആദരം. മറ്റക്കര സ്നേഹാസ് വിഷൻ ചാരിറ്റബിൾ സ്ഥാപകനായ തങ്കച്ചൻ എന്ന് വിളിപ്പേരുള്ള സജി കുര്യൻ UK-യിലെ പ്രശസ്തമായ NHS ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് എംപ്ലോയി അവാർഡിന് അർഹനായി. കഴിഞ്ഞ 22 വർഷമായി NHS ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന സജി കുര്യൻ തന്റെ മികച്ച പ്രവർത്തന മികവിലൂടെയും സഹപ്രവർത്തകരോടുള്ള ഹൃദ്യമായ ഇടപെടലുകളിലൂടെയുമാണ് ഈ വലിയ നേട്ടം കൈവരിച്ചത്. പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും ആകർഷിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ കൂടുതൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് വോട്ട് ലഭിച്ചത്. തന്റെ ജന്മനാടായ മറ്റക്കരയിൽ 2015-ൽ സ്നേഹാസ് വിഷൻ ചാരിറ്റബിൾ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനം ആരംഭിച്ച അദ്ദേഹം നാട്ടിലുള്ള ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കും രോഗികൾക്കും മക്കൾ ഉപേക്ഷിച്ചു പോയ അമ്മമാർക്കും അനാഥർക്കും ഭക്ഷണം നൽകുന്നത് ഉൾപ്പെടെ സേവനം നടത്തുന്നുണ്ട്. ഈസ്റ്റർ, ക്രിസ്തുമസ്, തിരുവോണം എന്നീ ആഘോഷ ദിവസങ്ങളിൽ പാവങ്ങൾക്കും അനാഥർക്കും ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യാറുണ്ട്.
മനസ്സിലെ നന്മയാണ് ഇദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരമെന്ന് സജി കുര്യന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ബെഡ്ഫോർഡിൽ നിർത്തിയിട്ട ട്രെയിനിലേക്ക് മറ്റൊരു യാത്രാ ട്രെയിൻ ഇടിച്ചു കയറി ഡ്രൈവർ മരിച്ചു. 90ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇതിൽ 33 പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 56 പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. ബെഡ്ഫോർഡിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5:15ഓടെയാണ് കൂട്ടിയിടി. ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റെയിൽവേ സർവീസിന്റെ ട്രെയിനുകളാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ രക്തത്തിൽ കുളിച്ചും എല്ലുകൾ ഒടിഞ്ഞ നിലയിൽ നിലത്തും കിടക്കുന്ന ഭീതിതമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ട്രെയിനിന്റെ ഡ്രൈവറാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടതെന്ന് RMT യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥിരീകരിച്ചു. ഇരു ട്രെയിനുകളും ലണ്ടനിലേക്കുള്ള സഞ്ചാരത്തിലായിരുന്നു. ആദ്യത്തെ ട്രെയിൻ നോട്ടിംഗ്ഹാമിൽ നിന്നും സെന്റ് പാൻക്രാസിലേക്ക് പോകവെ സുരക്ഷാ പ്രശ്നം മൂലം നിർത്തിയിട്ടു. എന്നാൽ പിന്നാലെ എത്തിയ കോർബി ട്രെയിൻ ബെഡ്ഫോർഡ് സ്റ്റേഷൻ വിട്ടതിന് ശേഷം ഇതിന് പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ട്രെയിൻ ഡ്രൈവർ എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ചെങ്കിലും കൂട്ടിയിടി ഒഴിവാക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിരവധി കമ്പാർട്ട്മെന്റുകൾ പാളം തെറ്റി. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.